ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മറുപടിയുമായി നടൻ ജോജു ജോർജ്. ചുരുളി എന്ന സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. ചുരുളി ഫെസ്റ്റിവലിന് വേണ്ടി എന്നാണ് പറഞ്ഞത്. IFFKയിൽ വന്നത് തെറിയില്ലാത്ത വേർഷനും OTTയിൽ തെറിയുള്ള വേർഷനുമാണ്. പ്രതിഫലം കിട്ടിയില്ലെന്നും ജോജു ജോർജ് ആവർത്തിച്ചു. വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ. തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തു വിടണം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വിടണം. ഞാൻ വീണ്ടും നാറണം. പക്ഷെ ഇതല്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ആരും പ്രശംസിക്കുന്നില്ല, എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നെ 20 വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും പൊരുതുക കയറി വരിക. അതേസമയം സിനിമയിൽ അഭിനയിച്ചതിന് പണം നൽകിയതിന്റെ തെളിവുകൾ നേരത്തെ സംവിധായകൻ ലിജോ ജോസ് പുറത്തുവിട്ടിരുന്നു. ചിത്രീകരണ സമയത്ത് ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ലിജോ ഫേസ്ബുക്കിൽ കുറിച്ചു. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, സിനിമ പുറത്തിറങ്ങി നാളുകൾക്ക് ശേഷം ഇത്തരമൊരു വിവാദത്തിന് പിന്നിൽ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ജോജു ഒരു ഓൺലൈൻ ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് ഈ സിനിമയെയും സിനിമയുടെ സംവിധായകനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ താൻ ഇത് ഫെസ്റ്റിവലിന് മാത്രമാണ് റിലീസ് ചെയ്യുക, അല്ലാതെ തിയേറ്ററുകളിൽ ഇത് എത്തിക്കില്ല എന്ന ഒരു അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഇത് OTTയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയും ഇതിൽ ഒരുപാട് അശ്ലീല പദപ്രയോഗങ്ങൾ ഉള്ളതിനാൽ വലിയ രീതിയിൽ ഇത് വിമർശനത്തിന് ഇരയാകുകയും ചെയ്തിരുന്നു. പിന്നീട് തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ചതിന് പണം നൽകിയിരുന്നില്ല എന്നുകൂടി ജോജു പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിന് മറുപടിയായാണ് ഇന്ന് രാവിലെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇതിൽ കൃത്യമായി പറയുന്നത് ആരെയും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഇതിലെ കഥാപാത്രം എന്താണെന്നോ അതിന്റെ ഭാഷ എന്താണെന്നോ കൃത്യമായി തന്നെ ജോജുവിന്റെ കഥാപാത്രത്തിന് അറിയാമായിരുന്നു. മറ്റൊന്ന്, ഈ സിനിമയ്ക്ക് വേണ്ടി ജോജു വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കും ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന് വീണ്ടും മറുപടിയായിട്ടാണ് ജോജു എത്തിയത്. താൻ പറഞ്ഞത് ഈ സിനിമ ഫെസ്റ്റിവലിന് IFFK ഫെസ്റ്റിവലിന് മാത്രമാണ് റിലീസ് ചെയ്തിരുന്നത്. ഈ മോശമായിട്ടുള്ള പദപ്രയോഗം ഇല്ലാത്ത രീതിയിലും താൻ ഡബ് ചെയ്തിരുന്നു. ഇത് മാത്രമാണ് പുറം ലോകം കാണുക എന്നാണ് താൻ വിചാരിച്ചത്. പക്ഷേ അത് നടപ്പായില്ല എന്നത് വലിയ വിഷമമുണ്ടായി. അതോടൊപ്പം മകളുടെ അഡ്മിഷന് വേണ്ടി സ്കൂളിൽ ചെന്നപ്പോൾ ഇത്തരത്തിൽ തന്റെ കഥാപാത്രത്തിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അയാളുടെ മകളല്ലേ വരുന്നതെന്ന രീതിയിലേക്ക് പരാമർശങ്ങൾ ഉണ്ടായി. അത് തനിക്കും തന്റെ മകൾക്കും കുടുംബത്തിനും വളരെയേറെ വേദനിപ്പിച്ചു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ കാണുന്നുണ്ട്. അതിലുമൊക്കെ തനിക്ക് ഏറെ വേദനയുണ്ടെന്നാണ് ജോജു പറഞ്ഞത്. ഒപ്പം ഈ സിനിമയുടെ പ്രതിഫലം താൻ കൈപ്പറ്റിയിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോജു വീണ്ടും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.